ഫോട്ടോഷോപ്പിൽ ഇതുപോലുള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ള ചിത്രങ്ങൾ ചിലപ്പോൾ കറുപ്പ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കാം, ചിലപ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കാം. ഇത്തരം ചിത്രങ്ങൾ നമ്മൾ സെലക്ട് ചെയ്ത് അതിൻ്റെ കോപ്പി എടുത്ത് സെലക്ട് ചെയ്തതിന് ശേഷം അതിനെ കോപ്പി എടുത്ത് F3 പ്രസ് ചെയ്ത് കോപ്പി എടുക്കുക. അതിനുശേഷം മറ്റൊരു പ്രതലത്തിൽ നമ്മൾ അതിനെ പേസ്റ്റ് ചെയ്യുകയാണ്. പേസ്റ്റ് ചെയ്തിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എഡ്ജിലായിട്ട് ഒരു വൈറ്റ് ലൈൻ വന്നിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. വൈറ്റ് ലൈൻ ഉണ്ടോ? ഈ വൈറ്റ് ലൈൻ വളരെ വിദഗ്ധമായിട്ട് നമുക്ക് കളയുന്നതിന് ലെയർ മെനുവിൽ ഏറ്റവും താഴത്ത് മാറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ കാണുന്ന വൈറ്റ് ആണെങ്കിൽ റിമൂവ് വൈറ്റ് മാറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വൈറ്റ് വളരെ വിദഗ്ധമായിട്ട് പോയിട്ടുണ്ടായിരിക്കും. കൂടുതൽ വൈറ്റുകൾ ഉണ്ടെങ്കിൽ 1-2 തവണ ചെയ്യുക. ഇനിയും പോയിട്ടില്ലെങ്കിൽ നമുക്കിവിടെ ഇറേസർ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കളയാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ലെയർ മെനുവിൽ നിന്നും മാറ്റിങ്ങിൽ ഡീഫ്രിഞ്ച് കൊടുക്കുക. എഡ്ജ് ഒരു തരി കളയുന്നതിനാണ് ഡീഫ്രിഞ്ച് കൊടുക്കുന്നത്. ഇതിന് ശേഷം നമ്മളുടെ വാല്യൂ കൂട്ടി കൊടുക്കുക. അതായത് ഒരു 10, 15, 8 കൊടുക്കുക. അതിന് ശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ ഒരു കുറച്ചുകൂടി വളരെ വിദഗ്ധമായിട്ട് നമുക്ക് അതിന്റെ എഡ്ജ് കളർ കളഞ്ഞെടുക്കാവുന്നതാണ്. ഇനി എഡ്ജ് സ്മൂത്ത് ചെയ്യുന്നതിന് ഇവിടെ ലെയർ മെനുവിലേക്ക് ലെയർ പാലറ്റിലേക്ക് വരിക. അതിനുശേഷം ലെയറിന്റെ തമ്പനെയിൽ കൺട്രോൾ പിടിച്ച് ക്ലിക്ക് ചെയ്യുക. ഇതിനുശേഷം ഷിഫ്റ്റ് കൺട്രോൾ I പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെലക്ഷൻ മറിയുന്നതാണ്. അതിനുശേഷം ഷിഫ്റ്റ് F6 പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫെദറിലേക്ക് വരിക. അവിടെ ഒരു 5 or 6 പിക്സൽ കൊടുക്കുക. എൻ്റർ പ്രസ് ചെയ്യുക. അതിനുശേഷം ഡിലീറ്റ് കീ ഒരു തവണ അമർത്തുക. അപ്പോൾ നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് അതിന്റെ ഇത് കിട്ടും. പിക്സൽ കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്തുകൊണ്ട് നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ചിത്രത്തെ നന്നാക്കി എടുക്കാനായിട്ട് സാധിക്കും. ശ്രദ്ധിച്ചു നോക്കുക, പ്രാക്ടീസ് ചെയ്ത് നോക്കുക.